നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കൈതപ്രത്ത് രാധാകൃഷ്ണൻ എന്ന വ്യക്തി വെടിയേറ്റ് മരിച്ചത്. സന്തോഷ് എന്ന വ്യക്തിയാണ് ഇയാളെ വെടിവെച്ച് കൊന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. വ്യക്തി വൈരാഗ്യമായിരുന്നു, കുടുംബത്തിലെ എന്തോ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യമാണ് എന്നുള്ളതാണ്. അതേക്കുറിച്ച് പല തരത്തിലുള്ള വാദങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു BJP RSS അനുഭാവിയായിരുന്നു, പ്രവർത്തകനായിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു സംഭവം, അതിക്രൂരമായൊരു സംഭവം നമ്മുടെ നാട്ടിൽ അരങ്ങേറുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് ചില ആളുകൾ, ചില ഗ്രൂപ്പുകൾ, ചില സമാധാന മതക്കാർ സമീപിക്കുന്നത് എന്നതിന്റെ തെളിവായിട്ട് ഒരു കമന്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് ഈ വാർത്തയായിട്ട് വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റിന് ഉള്ള കമന്റാണ് ഇത്. സഫ്വാൻ റോഷൻ AK എന്ന വ്യക്തിയാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥ ഐഡിയ ആണോ, ഇയാളുടെ പേര് തന്നെയാണോ നമുക്കറിയില്ല. സംഖ്യയാണ് തീർത്തത്, അതും ഒരു പെണ്ണ് കേസിന്, കൊള്ളാടാ മോനെ, നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നാണ് ഈ പോസ്റ്റ്. സംഖ്യയാണ് തീർത്തത്. ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി സംഖ്യയാണെന്ന് പറയുന്നു. അതും ഒരു പെണ്ണ് കേസിന്, കൊള്ളാടാ മോനെ, നിരുത്സാഹപ്പെടുത്തുന്നില്ല. അപ്പം എത്രമാത്രം ക്രൂരമായ അല്ലെങ്കിൽ മനസ്സിൽ വിഷം നിറച്ച ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് വന്ന ഒരു പ്രതികരണമാണ് എന്ന് ഓർക്കണം. ഒരു വ്യക്തിയെ, അയാൾ ഏത് പാർട്ടിക്കാരനാകട്ടെ, ഏത് രാഷ്ട്രീയ വിശ്വാസിയാകട്ടെ, ഏത് മതവിശ്വാസിയുമാകട്ടെ, അയാളെ അയാളുടെ സുഹൃത്ത് കുടുംബപരമായ എന്തോ ഒരു കാര്യത്തിന് വെടിവെച്ചു കൊന്നു. തീർത്തും മോശമായ കാര്യം, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കുമില്ല. അത്തരത്തിൽ ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് ഈ വെടിവെച്ചവനെ അല്ലെങ്കിൽ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഖ്യയെ തീർത്താൽ അത്രയും ഗുണകരമായി എന്ന നിലയിലാണ് ഈ സഫ്വാൻ എന്ന് പറയുന്ന ഈ വ്യക്തി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നു, ഏത് രീതിയിൽ പോകുന്നു എന്നതിന്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് ഈ ഒരു കമന്റിലൂടെ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇയാളെ, ഈ സഫ്വാൻ എന്ന് പറയുന്ന വ്യക്തിയെ അനുകൂലിച്ചുകൊണ്ടും അയാൾക്ക് കൈയടിച്ചുകൊണ്ടും ഒക്കെ നിരവധി കമന്റുകൾ ഈ ഒരു പോസ്റ്റിൽ വന്നിട്ടുണ്ടാകണം. എനിക്ക് കിട്ടിയത് ഒരു സ്ക്രീൻഷോട്ടാണ്. എന്തൊക്കെ വന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ, അതിപ്പോൾ വെടിവെച്ച് കൊല്ലലല്ല, ഉപദ്രവിക്കലല്ല, ഒരാളെ ഒന്ന് മണ്ണ് നുള്ളി മേത്തിടാൻ പോലും നമുക്ക് അവകാശമില്ലാതെ ഇരിക്കെ ഇത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ ഒരു സംഘപ്രവർത്തകൻ തീർന്നത് നന്നായി എന്ന നിലവാരത്തിൽ ഉള്ള ഒരു കമന്റ് ഇടുന്ന സമാധാന മതക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്. ആർക്കും ആരെയും കൊല്ലാനുള്ള അവകാശമില്ല, ആർക്കും ആരെയും തല്ലാനുള്ള അവകാശമില്ല. ഇത് സമൂഹത്തിൽ തീർച്ചയായിട്ടും വിഷലിപ്തമായ സന്ദേശം നൽകുന്ന ഒരു കമന്റായി പോയി. തീർച്ചയായിട്ടും ഇത് നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം. നിയമ നടപടി ഈ വിഷയത്തിൽ ഈ കമന്റിട്ട വ്യക്തിക്കെതിരെ സ്വീകരിക്കണം. കാരണം ഇതൊരു കലാപാഹ്വാനത്തിന്റെ, കൊല്ലാനുള്ള ആഹ്വാനത്തിന്റെ മറ്റൊരു വ്യക്തമായ മുഖമായിട്ട് വേണം ഈ ഒരു എഴുത്തിനെ കാണാനായിട്ട്. സംഖ്യയാണ് തീർത്തത്, നിരുത്സാഹപ്പെടുത്തുന്നില്ല, വീണ്ടും ചെയ്തുകൊള്ളൂ എന്ന നിലയ്ക്കുള്ള, ആരെ വേണമെങ്കിലും കൊന്നുകൊള്ളൂ, അത് സംഖ്യ ആയാലും മതി. സംഖ്യകളെ എവിടെ വെച്ചും തല്ലാം, കൊല്ലാം, എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കുകയാണ് ഇയാളെ പോലുള്ള വികലമായ മനസ്സിന് ഉടമസ്ഥർ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളണം. ഈ സ്ക്രീൻഷോട്ട് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. സംഖ്യയാണെങ്കിൽ കൊല്ലാം, തല്ലാം. അതായത് നേരത്തെ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞതുപോലെ അവിടെ ബംഗാളിൽ BJP-കാരല്ലേ കൊല്ലപ്പെടുന്നത്, അതിന് നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിച്ച നമ്മുടെ സുഹൃത്തു കൂടിയായ ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്. അതായത് BJP-കാരെ ആർക്കും കൊല്ലാം, അവർ കൊല്ലപ്പെട്ടാൽ ആർക്കും ഒന്നുമില്ല, RSS-കാരൻ കൊല്ലപ്പെട്ടാൽ ആർക്കും ഒന്നുമില്ല എന്ന നിലയിലേക്ക് ഇവിടുത്തെ ചിന്ത എത്തിയിരിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രബോധം, ചിലരുടെ രാഷ്ട്രബോധം ആ നിലയ്ക്കാണ് എത്തിയിരിക്കുന്നത് എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ശക്തമായ നിയമ നടപടികൾ ഈ ഒരു വിഷയത്തിൽ കൈക്കൊള്ളണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതുപോലുള്ള കമന്റുകളുമായി, കലാപാഹ്വാനത്തിന്റെ കമന്റുകളുമായി നിരവധി പേർ ഇനിയും എത്തിയേക്കാം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന്
പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.